ഹലോ കൂട്ടുകാരെ, സുശേഷം. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒരു സിസ്റ്റർ ആൻറ്റി, വിശുദ്ധയായ സിസ്റ്റർ ആൻറ്റിയുടെ തിരുനാളാ. ആരെന്നറിയോ? വിശുദ്ധ എവുപ്പാച്ചാമ്മ. എവുപ്പാച്ചാമ്മ നമ്മുടെ തൃശ്ശൂരിൽ ജനിച്ചു. കുഞ്ഞിലെ പ്രാർത്ഥിച്ചും പള്ളിയിൽ പോയും എല്ലാവരെയും സഹായിച്ചും സ്നേഹിച്ചും കുഞ്ഞു റോസ വളർന്നു വന്നു. എവുപ്പാച്ചാമ്മയുടെ കുഞ്ഞിലത്തെ പേരാണ് റോസ. റോസ മോള് കുഞ്ഞായിരുന്നപ്പോൾ ഒരു ദിവസം മാലാഖമാരുടെ രാജ്ഞി എന്ന് പറഞ്ഞ എന്താന്ന് അവളുടെ മമ്മിയോട് ചോദിച്ചു. അപ്പം അവളുടെ മമ്മി പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്ക്, മാതാവ് നിനക്ക് പറഞ്ഞു തരും. അപ്പം സ്വപ്നത്തിൽ അവൾക്ക് മാതാവ് മാലാഖമാരെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് മാലാഖമാരുടെ രാജ്ഞി. അങ്ങനെ കുഞ്ഞു റോസ നല്ല കുട്ടിയായിട്ട് വളർന്നു വന്നു. വലുതായപ്പോൾ അവളുടെ അപ്പ പറഞ്ഞു, നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ അപ്പ വേണ്ട, എൻ്റെ സിസ്റ്ററായാൽ മതി, എൻ്റെ ചേച്ചപ്പയ്ക്ക് വേണ്ടി ജീവിച്ചാൽ മതി. കുറേ കരഞ്ഞ് അപ്പൻ സമ്മതിച്ചുള്ളൂ. അങ്ങനെ അവൾ സിസ്റ്ററായി കമ്മല മടത്തി ചെന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് എവുപ്പാച്ചാമ്മനെ വിളിച്ചത്. എന്താണെന്നറിയോ? സ്കൂളിലെ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോൾ അമ്മോട് പറയും, അമ്മ പ്രാർത്ഥിച്ചോ, പേടിയാവാ. അപ്പം എവുപ്പാച്ചാമ്മ പറയും, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ ജയിക്കും, മരിച്ചാലും മറക്കൂലാട്ടോ എന്നാണ് എവുപ്പാച്ചാമ്മ എല്ലാവരോടും പറയുന്നത്. ഈശോയും മാതാവും ഒക്കെ കുറേ പ്രാവശ്യം എവുപ്പാച്ചാമ്മയുടെ അടുത്ത് പറ്റിച്ചിട്ടുണ്ട്. എന്തോന്നറിയോ? വിശുദ്ധിയോടെ ജീവിച്ചോണ്ടാ. കൂട്ടുകാരെ, നമ്മളും ഇതുപോലെ വിശുദ്ധിയോടെ ജീവിച്ചാ നമ്മുടെ അടുത്തും ഈശോയും മാതാവും ഒക്കെ വരും. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ഇഷ്ടമായിത്തീരാം. മരിച്ചാലും മറക്കൂലാട്ടോ. ഈശോ ബ്ലെസ് യു.